ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറേ പേര് നമ്മളോട് റിക്വസ്റ്റ് പറഞ്ഞ ഒരു സിമ്പിൾ ട്രഡീഷണൽ ഹാൻഡ് വർക്കാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ലക്ഷ്മി കോയിൻസാണ്. അത് എല്ലാ ഷോപ്പുകളിലും ഈ ബീഡ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ്. നമ്മൾ നെക്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരേ അകലത്തിൽ കറക്റ്റായിട്ട് ഞാൻ നെക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരെണ്ണം മാറ്റി അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാവരും അതേപോലെ ഒരേ അകലത്തിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് നമ്മളെല്ലാവരും ഒരേ അകലത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. കുയിന് നല്ല വശം ചീത്ത വശമുണ്ട്. അതൊന്ന് നോക്കിയിട്ട് വേണം എല്ലാവരും ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്റ്റോണാണ്. ഇതിന് ചേർന്ന പോലത്തെ തന്നെ ഗോൾഡൻ കളറിലെ സ്ക്വയറിലെ സ്റ്റോണാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളത് ഒട്ടിക്കുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ ആണ് ഒട്ടിക്കുന്നത്. സ്ക്വയർ പോലെയല്ല, ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഓരോന്നിൻ്റെയും ഇടയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താം. അമർത്തുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന് കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഞാൻ ഇവിടെ ഗമ്മ് തേച്ചിട്ടുണ്ട്. നമ്മൾ അറ്റത്തായിട്ട് 2 സ്റ്റോൺ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗമ്മെല്ലാം തേച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരേന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്ലക്കർ പോലത്തെ ഒരു സാധനമുണ്ട് സ്റ്റോണിക്ക് ഇങ്ങനെ വെക്കുന്ന, ആ സാധനം വെച്ചിട്ടായാലും നമുക്കിത് വെക്കാം. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് വെക്കുന്നത്. എൻ്റെ അത് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഒരേന്നായിട്ട് ഡയമണ്ട് ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, തിരിഞ്ഞു പോകരുതേ. പിന്നെ ഞാനിതിൽ വെച്ചപ്പോൾ ഒന്ന് അറിയാതെ ഒന്ന് കമന്ന് പോയി. നമ്മൾ ആ സ്റ്റോൺ കളയണം കേട്ടോ, അതൊന്ന് മങ്ങിപ്പോവും. ഗം അതിലിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തിളക്കില്ലേ, അതിങ്ങനെ മങ്ങിപ്പോവും. അപ്പം ഞാൻ ആ സ്റ്റോൺ കളഞ്ഞിട്ട് വേറെ സ്റ്റോണാണ് വെച്ചത്. ഫാബ്രിക് ഗ്ലൂ ആണ് നമ്മൾ ഇത് ഒട്ടിക്കാൻ എടുത്തേക്കുന്നത്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് കളറിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് അപ്പുറത്ത് കൂടി ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് സൂചിയിൽ ഞാൻ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ആ ലക്ഷ്മി കോയിൻ നമുക്ക് തുന്നി വെക്കണമല്ലോ, അതിൻ്റെ ഹോളുണ്ട് പൊക്കത്ത്. ആ ഹോളിൽ കൂടിയാണ് നമ്മൾ തുന്നുന്നത്. ജസ്റ്റ് ബാക്കിൽ കൂടി തുണിയുടെ പൊട്ടവശത്തുനിന്ന് കുത്തിയെടുത്തിട്ട് ആ ഹോളിൽ കൂടി കുത്തിയെടുക്കാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതൊന്ന് ചെറുതായിട്ട് ഉണങ്ങിയിട്ട് വേണം കേട്ടോ നിങ്ങളിത് തുന്നിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചതൊക്കെ ഇങ്ങനെ അടർന്നു പോരും. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതി, വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ അത് ഉണങ്ങിയിട്ട് വേണം നിങ്ങളതൊന്ന് തുന്നിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ സംഭവം അറിയാലോ, എല്ലാം കയ്യിലോട്ട് പോരും. ഒരു 4-5 പ്രാവശ്യം നല്ലോണം ടൈറ്റായിട്ടൊന്ന് തുന്നുക കേട്ടോ ആ ഹോളിൽ കൂടെ. അപ്പോൾ നല്ല ബലത്തിലിരുന്നോളും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കിഡ്സിൻ്റെ ക്രോപ്പ് ടോപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് നാൾ മുന്നേ നമ്മളൊരു ചെറിയൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിൻ്റെ. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വർക്ക് ചെയ്യണമെന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്തതാണ് ഈ വീഡിയോ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടുമെന്ന്. അപ്പം നമ്മൾ ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കാണിച്ചാക്കുന്ന പോലെ നമ്മുടെ ചിതവശത്തും തയ്യലൊന്നും കാണാതിരിക്കാനായിട്ട് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ ആ ത്രെഡ് വലിച്ചെടുത്താക്കുന്നത്. അതായത് ചീത്തവശത്തും ആ നൂല് കാണില്ല. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ നല്ല പീസിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. വലിച്ച് നൂലെടുത്തിട്ട് അവിടെയാണ് തുന്നി പിടിപ്പിക്കുന്നത് കേട്ടോ. ആ പോർഷനൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യണമെന്ന്. ഡ്രസ്സിൻ്റെ ചീത്തവശത്തും അതായത് പൊട്ടവശത്തും ഈ നൂലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഭംഗിക്കേടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. ഇതെല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്പെറൻ്റ് ആയ ക്ലോത്തിലൊക്കെ ശരിക്കും അറിയാൻ പറ്റും ഈ നൂലിങ്ങനെ വന്നേക്കുന്നത്. ഒട്ടും കട്ടി ഉണ്ടാവില്ലല്ലോ അതിന്. അപ്പോൾ ശരിക്കും ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ വന്നേക്കുന്നത് അറിയാൻ പറ്റും. ഇച്ചിരി കട്ടിയുള്ള ക്ലോത്തിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലും നല്ലത്.
ഇത് ഭയങ്കര സിമ്പിൾ വർക്കാണ് കേട്ടോ, എന്നാൽ ആ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുഞ്ഞു ടോപ്പല്ലേ, അപ്പോൾ ആ നെക്കിൻ്റെ പോർഷൻ മാത്രം ഇങ്ങനെ വർക്ക് വരുമ്പോഴും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമുക്കിത് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഒന്നുമില്ലല്ലോ ഇതിലാകെ തുന്നാനായിട്ട് ഉള്ളത്. ഈ ലക്ഷ്മി ക്വീൻ മാത്രം ജസ്റ്റ് ഒന്ന് തുന്നിയെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് പോയാൽ മതി. ഈ കൊയിനായാലും ആദ്യം ഒന്ന് ഒട്ടിച്ചിട്ട് അത് ഉണങ്ങാൻ വിട്ടിട്ട് ഒന്ന് തുന്നിയെടുക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഈ ലക്ഷ്മി ക്വീൻ ഒരേന്ന് ഒട്ടിക്കുക, ഒരേന്ന് തുന്നുക. ഇങ്ങനെ തുന്നി ഫുള്ളും കഴിഞ്ഞിട്ട് തുന്നുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് തുന്നണേ, മാറിപ്പോരുതേ, നീങ്ങിയൊന്നും പോരുതേ. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് തുന്നിയിട്ട് ലാസ്റ്റ് ആ സ്റ്റോണ് കൂടെ എല്ലാവരും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചായിട്ട് ഇത് ഉണക്കാനായിട്ട് വിടാം. ഉണങ്ങി ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് വശം നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. കറക്റ്റായിട്ട് നന്നായിട്ട് ഒട്ടിയിരിക്കും, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു പോരില്ല. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ബാക്കൊന്ന് ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പരിഗണിക്കണേ. സൗണ്ടൊക്കെ ഇപ്പോൾ റെഡിയായി വരുന്നതേ ഉള്ളൂ. അടുത്ത വീഡിയോയിലെല്ലാം കറക്റ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുന്നുന്ന വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാവാനാണ് കേട്ടോ എടുത്തെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അതേപോലെ തന്നെ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.